ഷോ, അവളിവിടെ EDS. സാരമില്ല ഗായ്സ്, ഞാൻ പോയി എവിടെയെങ്കിലും മുട്ടയിടാൻ മുട്ടത്തോടോ ചിരട്ടയോ ചകിരിയോ മറ്റെന്തെങ്കിലും ഉറവിടമുണ്ടോ എന്ന് നോക്കാം. നമുക്കാദ്യം വീടിൻ്റെ വടക്കേ പുറത്ത് പോയി നോക്കാം. അയ്യോ, മഴക്കാലത്തിന് മുമ്പേ ചിരട്ടയൊക്കെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണല്ലോ. ബക്കറ്റിലാണെങ്കിൽ വെള്ളവുമില്ല. എന്തു ചെയ്യും? കുളത്തിൽ പോയി നോക്കാം. കുളത്തിലാണെങ്കിൽ ഗപ്പിയെ വളർത്തുന്നുണ്ട്. പക്ഷേ മഴയെത്തും മുമ്പേ ശുചീകരണം ജനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലുമാണ് വൃത്തിയാക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് മുട്ടയിടാൻ ഉറവിടങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? പ്രിയരെ, സംസ്ഥാനം പരിപൂർണമായും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഊർജിതമായ ശ്രമം ശുചിത്വ മാലിന്യ സംസ്കരണ യജ്ഞത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഈ മഹത്തായ യജ്ഞത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുക. ജലവും മണ്ണും വായും ഭാവിയിലേക്കുള്ള സംരക്ഷണം എന്ന ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. വൃത്തിയുള്ള കേരളം, വലിച്ചെറിയൽ വിമുക്ത കേരളം. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ജീവമാലിന്യങ്ങളെ ഹരിതകർമ്മസേന